E20-യിലെ പ്രതിപക്ഷ ഇരട്ടത്താപ്പും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഇക്കുറിയും പതിവ് പോലെ വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ തന്നെ. E20-ക്കെതിരായ പ്രതിഷേധവും E20 ഉപയോഗവും ഒന്നിച്ചെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യമാണ് രാഹുൽ അഭിമുഖീകരിക്കുന്നത്. E20 ഇന്ധന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് രാഹുലിന്റേത്. മാത്രമല്ല, പാറ്റ സമരത്തിന്റെ മാതൃകയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരണവും E20 വിഷയത്തിൽ പ്രതിപക്ഷ പിന്തുണയോടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നവർ E20 ഉപയോഗിക്കുന്നവരാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം. E20 ഉപയോഗിച്ച് അതിന്റെ ദോഷവശം പറയുന്നവരെന്ന് കരുതിയെങ്കിൽ തെറ്റി. E20 ഉപയോഗിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളുള്ള ആഡംബര വാഹനം ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ E20യുടെ ഗുണം ഉപയോഗിക്കുന്നു. ഇങ്ങനെ E20 ഉപയോഗിക്കുന്ന പ്രമുഖൻ മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് രാഹുൽ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾക്കും ചിത്രങ്ങൾക്കുമൊക്കെ വിശദീകരണം നൽകേണ്ടത് രാഹുൽ തന്നെയാണ്. ഇരട്ടത്താപ്പ് പ്രതിപക്ഷ നേതാവിന് പുത്തരിയല്ല. എന്നാലും കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണ്ടേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആസൂത്രിതമായി തയ്യാറാക്കിയ വ്യാജ വീഡിയോ ആണെങ്കിൽ അക്കാര്യം തുറന്നു പറയാനുള്ള ധൈര്യമെങ്കിലും പ്രതിപക്ഷ നേതാവ് കാട്ടണം. E20യിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്ന അരവിന്ദ് കെജ്രിവാൾ ഇതേക്കുറിച്ച് രാഹുലിനോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ജനം, ഡൽഹി.